مقاما محمودا الذي وعدت ورزقنا شهدا. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي يطمع أن يغفر لي خطيئتي يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിരിക്കുന്ന പിരിസുത്തരെ വിശ്വാസിനികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണമെന്നും അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണകൂ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണമെന്നും അതേപോലെ ദുആയിരക്കണമെന്നും സ്വന്തത്തെ മറക്കാണ്ട് എല്ലാവരോടും ഞാൻ ആദ്യമായി ഉപദേശിക്കരെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മുത്തഖീങ്ങളായി മുവഹ്ഹിദുകളായി ജീവിച്ച് മരിക്കണകോ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചതായിട്ടിക്കരെ ഈ ഏതാനും ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിലെ 26-ാമത്തെ അധ്യായത്തിലെ ആയത്തുകളായിട്ടിക്കർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീന് തൗഹീദ് അത് ജനങ്ങളുടെ മുമ്പിൽ
തൻ്റെ സ്വന്തം അബ്ബയുടെയും ജനാംഗത്തിൻ്റെയും മുന്നിൽ അവിടെ പ്രതിപാദിക്കുമ്പോഴത്തോ അവതരിപ്പിക്കുമ്പോഴത്തോ അങ്ങലട്ടെ ചൊന്നതായിട്ടിക്കര ചില സംഗതികളായിട്ടിക്കര് ഈ ആയത്തുകളിൽ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അല്ലാത്ത ആ വ്യക്തികളെ, ശക്തികളെ, ആരാധ്യ വസ്തുക്കളെ പൂജിക്കരുതായിട്ടിക്കര സ്വന്തം അബ്ബയോടും ജനാംഗത്തോടും കേൾക്കര ഒരു ചോദ്യം അവിടെയുണ്ട്. ഈ ആരാധിക്കര വസ്തുക്കൾ എന്തിനായിട്ടിക്കര നക്കൊന്ന് ചൊന്നു തോറും അത് ആ ജനാംഗം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലിട്ട് ചൊല്ലുന്നത് ഇത് ചില വിഗ്രഹങ്ങളാണ്. ഈ വിഗ്രഹങ്ങളെ ഞങ്ങൾ പൂജിക്കറ, ആരാധിക്കറ, ഉപാസന നടത്തുക, ഇതിനെ ചുറ്റും ഭജനം തേച്ചിട്ട് ഇതിനെ നാം സേവിക്കറ. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങോട്ട് തിരിച്ച് ചോദിക്കറ്, ഹൽ യസ്മഊനകും ഔ യൻഫഉനകും ഔ യളുറൂൻ, നിങ്ങൾ ഈ ആരാധിക്കരുതായിട്ടിക്കരെ, ഈ പൂജിക്കരുതായിട്ടിക്കരെ, ഈ സേവ ചെയ്യരുതായിട്ടിക്കരെ, ഈ ഭജനം ഇരിക്കരുതായിട്ടിക്കരെ, ഈ ആരാധ്യ വസ്തുക്കൾ നിങ്ങൾ ചൊല്ലരുതായിട്ടിക്കരെ, നിങ്ങൾ കേൾക്കരുതായിട്ടിക്കരെ, ഈ സംഗതികൾ കേൾക്കണകോ ആലിസണകോ സാധിക്കുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണകോ എന്തെങ്കിലും ദോഷം വരുത്തണകോ സാധിക്കുമോ എന്ന് മറുചോദ്യം അങ്ങോട്ട് കേൾക്കൽ. അപ്പം അങ്ങ് അത് കൊടുക്കൽ മറുപടി, ഞങ്ങൾക്കത് നോക്കേണ്ടതായിട്ടിക്കരെ ആവശ്യമില്ല. കാരണം ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, അത് ഞങ്ങളുടെ അബ്ബന്മാർ, നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പൂർവജന്മാർ, നമ്മുടെ ആൻസിയൻ്റായിട്ടിക്കരെ, നമ്മുടെ ഫോർഫാദേഴ്സ് അങ്ങോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിട്ടിക്കര്, അത് നാം പരമ്പരയായി അതിങ്ങനെ നാം തലമുറയായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കറ എന്ന മറുപടിയാണ് അങ്ങ് കൊടുത്തത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചൊല്ലുറു, എന്നാൽ നിങ്ങൾ ഈ പൂജിക്കര ആരാധിക്കര ഈ അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളോട് നക്ക് ഒരു താല്പര്യവുമില്ല, അതിനോട് നക്കൊരു ബന്ധവുമില്ല. നിൻ്റെ ബന്ധം അത് റബ്ബുൽ ആലമീനായിട്ടിക്കരെ, അള്ളാഹുവോട് മാത്രമായിട്ടിക്കരെ. ആ അള്ളാഹുവാണ് എൻ്റെ ആപ്തമിത്രൻ. ആ അള്ളാഹുരായിട്ടിക്കർ ഞാൻ പൂജിക്കരുതും ഞാൻ ഭജനമിരിക്കരുതുമെല്ലാം, ഞാൻ മൊര പോകരുതും ഞാൻ പ്രാർത്ഥിക്കരുതുമെല്ലാം ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനിട്ടായിട്ടിക്കര്. എന്തേ അതുകൊള്ള കാരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ ചൊല്ലുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ ഓതി വെച്ച ആയത്തുകൾ. അത് അദ്ദേഹം കാരണമായി ചൊല്ലുന്നത്. 8ഓളം കാരണങ്ങൾ അദ്ദേഹം അവിടെ ചൊല്ലുറും. 8ഓളം കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചൊല്ലുറും. എന്താണ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവായിട്ടിക്കര് എന്നെ സൃഷ്ടിച്ചത് റബ്ബുൽ ആലമീനായ അല്ലാഹുവായിട്ടിക്കര് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഫഹുവ യഹ്ദീൻ, എനിക്കവൻ ഹിദായത്തിൻ്റെ മാർഗദർശനം കാണിച്ചു തന്നതും അല്ലാഹുവായിട്ടിക്കര്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, നക്ക് അന്നം തണ്ടത്, നക്ക് ആഹാരം തണ്ടത് അല്ലാഹുവായിട്ടിക്കര്. നക്ക് കുടിപ്പാട്ടുന്നത് ജലം തണ്ണി കുടിപ്പാട്ടുന്നതും അതും അല്ലാഹുവായിട്ടിക്കര്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയാവുമ്പത്തോ, ഞാൻ കായിലയിൽ പൊളുമ്പത്തോ നക്ക് ഗുണം തണ്ടത്, നക്ക് ശിഫ തണ്ടത് അതും അല്ലാഹുവായിട്ടിക്കര്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പാട്ടുന്നതും പിന്നീട് രണ്ടാമതൊരു നാൾ നക്ക് ജീവന്തമായി എന്നെ എഴുന്നേൽപ്പിക്കുന്നതും അതും അല്ലാഹുവായിട്ടിക്കര്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല നാൾ 2, എൻ്റെ എല്ലാ ഫോൾട്ടുകളും എൻ്റെ എല്ലാ തപ്പുകളും നക്ക് ക്ഷമിக்கிறവനും അതും അല്ലാഹുവായിട്ടിക്കര് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദ് അങ്ങക്ക് ചൊന്നു കൊടുക്കുമ്പോഴത്തോ, തൗഹീദ് പരിപാടി കൊടുക്കുമ്പോഴത്തോ പ്രതിപാദിച്ചതായിട്ടിക്കരെ ഈ 8ഓളം കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഈ 8ഓളം ഉള്ള കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇണ്ട് ഞാൻ വിശദീകരിക്കുന്നത് സാന്ദർഭികമായി അതിൽ ഒരു കാര്യം മാത്രമാണ്, ഒന്ന് മാത്രമാണ് ഞാനിവിടെ സാന്ദർഭികമായിട്ട് വിവരിക്കൊണ്ടു പോകരുത്. അത് എന്തായിട്ടിക്കറ്? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെന്ന പളക്കമായിട്ടിക്കറ്, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എൻ്റെ രോഗം ശിഫയാക്കരുത് അല്ലാഹുവായിട്ടിക്കറ്.
ഉണ്ട് തൻ്റെ വിഷയവും ഇതുമായി ബന്ധപ്പെട്ടിട്ടായിട്ടിക്കറ് രോഗം, അതേപോലെ തന്നെ അതുകൊള്ളതായിട്ടിക്കറ് ചികിത്സയുമായി ബന്ധപ്പെട്ടതായിട്ടിക്കറ് എൻ്റെ വിഷയം. കാരണം ഈ അടുത്ത കാലങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി ഇസ്ലാമിലെ ശത്രുക്കൾ ഇസ്ലാമിനെ പഴിചാരണകോ ഇസ്ലാമിനെ അപഹസിക്കണകോ പ്രതിക്കൂട്ടിലാക്കണകു വേണ്ടി അങ്ങോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടിക്കരെ സംഗതികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇടയിൽപ്പെട്ടതായിരിക്കരെ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ പ്രചാരകരാണ് എന്ന് വിശേഷിപ്പിക്കരെ ചില ആളുമാർ ബടി കൊടുത്ത് അടിവാങ്ങറ നിലക്ക് അത്തരത്തിലുള്ള പ്രചരണങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഇസ്ലാമിനെ അപഹസിക്കുന്നത് കാരണമായത്. വാസ്തവത്തിൽ ഇസ്ലാം അത് ഉത്തരവാദിയല്ല. രോഗത്തുക്കും ചികിത്സക്കും എല്ലാം തന്നെ ഇസ്ലാമിക വ്യക്തമായ സമീപനമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്താണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ വലിയ ചൂട് പിടിച്ച ചർച്ച ഇവിടെ ചാനലുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്തിനുണ്ട് ചൊന്നെങ്കിൽ, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ആളുണ്ട് ചൊല്ലുന്ന ഒരു മനുഷ്യൻ, ഒരു മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ പത്നി, സ്വന്തം പത്നി പ്രഗ്നൻ്റായി, ഗർഭിണിയായി, അങ്ങനെ ഡെലിവറി ആകുന്ന സന്ദർഭത്തിൽ, പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ചികിത്സ നടത്തിയില്ല. സ്വന്തം മൗത്തിൽ തന്നെ, സ്വന്തം മകയിൽ തന്നെ ദൈപ്പാടിട്ട് പ്രസവിക്കട്ടെ എന്ന് കാത്തിരുന്ന്, എന്നിട്ട് വേദന കടിച്ചമർത്തി ആ സ്ത്രീ, ഇയാളുടെ സ്വന്തം പത്നി 3 മണിക്കൂറോളം ബ്ലീഡിംഗ് ആയിട്ട് രക്തം വാർന്നും കൊണ്ട് ആ സ്ത്രീ മരണപ്പെട്ടു പോയതായിട്ടിക്കരെ സംഭവമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മതനിഷേധികൾ, യുക്തിവാദികളെല്ലാം തന്നെ അതിനെ ഒരു വലിയ ഒരു വിവാദമായി കണ്ടില്ലേ. ഇസ്ലാം വിട്ടു ചെന്നെങ്കിൽ ഇതെല്ലാം പ്രോബ്ലം ഇസ്ലാമായിട്ടിക്കറ്, ഇസ്ലാം ദീനായിട്ടിക്കറ്. ഇതെല്ലാം കാരണം നോക്കൂ, മുസ്ലിമീങ്ങളുടെ സ്വഭാവം നോക്കൂ. ഒരു സ്ത്രീയെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാണ്ട്, ഒരു സ്ത്രീക്ക് ശരിയായ മരുന്ന് ചികിത്സ പോലും നൽകാണ്ട് കൊന്നു കളഞ്ഞു എന്ന് ചൊന്നിട്ടുള്ള വലിയ വിവാദങ്ങൾ ഇതിൻ്റെ പേരിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നാം നിങ്ങളൊക്കെ ചിലപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താണ് ഇവിടെ നടന്നതെന്ന് നാം മനസ്സിലാക്കണം. ആരാണ് ഈ മനുഷ്യൻ സ്വന്തം പത്നിയെ ഈ നിലക്ക് വളരെ ക്രൂരമായി കൊല ചെയ്യണക്ക് കാരണമായ മനുഷ്യൻ ആരായിരിക്കേ? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് മടവൂർ കാഫിലക്കാരൻ ചൊല്ലുന്ന ഒരു മനുഷ്യനാണ്. മടവൂർ കാഫിലക്കാരൻ ചൊല്ലുന്ന ഒരു മനുഷ്യൻ ഒരു യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട്, അതായത് കേരളത്തിലെ ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കുന്നതായിട്ടിക്കരെ ഒരു CM മടവൂർ ചൊല്ലുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചിട്ട് കുറേ കാലങ്ങളായി. ആ മനുഷ്യൻ്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകളും അതേപോലെ തന്നെ കള്ളക്കറാമത്തുകളുമെല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ റായത്ത് തെണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിയാരായിട്ടിക്കർ. അയാൾ ഒരുത്തനല്ല, വേറെയും ഒരുപാട് ആളുകളുണ്ട്. അതിന് പിറകിൽ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു ലോബിയുണ്ട്, അങ്ങനെ ഒരു ക്യാമ്പയിനാണ്. അതിന് പിന്നെ ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അങ്ങവിടെ പ്രചരിപ്പിക്കരുത്. എന്തിനുണ്ട് ചെന്നെങ്കിൽ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ചികിത്സ നടത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആത്മീയമായ ചൂഷണമാണ് അങ്ങ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനകളൊക്കെ പ്രസവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആനകൾ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ടോ? ആനകളെ പൂച്ചകൾ കുറെ പ്രസവിക്കരുത് കാണില്ലേ? അതിനാരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാറാ? ആടുകൾ പ്രസവിക്കരുത് കാണില്ലേ? എന്നൊക്കെ ഈ മുസ്ലിയാക്കന്മാർ, അതായത് ഈ ആത്മീയ ചൂഷണം നടത്തിയ ഈ മുസ്ലിയാക്കന്മാർ ഇവിടെ പ്രചരിപ്പിക്കുന്നു. എല്ലാം ഇവിടെ മടവൂർ ഷെയ്ഖ് ഉണ്ടാകുമ്പോഴത്തോ നമുക്ക് ആശുപത്രി വേണ്ട, ചികിത്സ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് ഈ വിഭാഗം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മടവൂറുണ്ടല്ലേ എന്ന് ചൊല്ലുകൊണ്ടുള്ള കാരണം എന്തിന്? മടവൂറിന്റെ പേരിൽ, CM മടവൂറിന്റെ പേരിൽ ഒരുപാട് കള്ളക്കറാമത്തുകളാണ് ഇവർ പ്രചരിപ്പിച്ചത്. CM മടവൂറുണ്ട് ചെന്നെങ്കിൽ മരിച്ചതായിട്ടിക്കര ആളുമാരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ജീവിപ്പിക്കുന്ന ആളാണ്. എത്രയോ മരിച്ചുപോയ ആളുമാരെ CM മടവൂർ ഔലിയാട്ട് ചൊല്ലുക, വലിയുള്ളാഹി CM മടവൂറുണ്ട് ഇങ്ങ വിശേഷിപ്പിക്കര. ആ മനുഷ്യൻ എത്രയോ ആളുമാരെ ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മുരീദായിട്ടിക്കര ഒരു മനുഷ്യനെ ഈ CM എന്ന് ചൊല്ലുന്ന ആളുടെ ഭക്തൻ
മുഴുവനായിട്ട് ഒരു മനുഷ്യനെ സൗദിയിൽ വെച്ചിട്ട് എന്തോ കാരണം കൊണ്ട് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചപ്പോൾ അയാൾ എന്താക്കിയിട്ട് ആ മനുഷ്യൻ ആ മുരീദ് CMന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് എന്നിട്ട് ഫാത്തിഹ അങ്ങ് ഓതി തീരുമ്പത്തോ മരിച്ചു പോയതായിട്ട് CM അവിടെ ആ ജയിലിലേക്ക് വന്നിട്ട് അയാളെ ജയിലിൻ്റെ ആ പൂട്ടൊക്കെ തുറന്നിട്ട് അയാളെ ജയിലിൽ നിന്നിട്ട് മോചിപ്പിച്ചു എന്നൊക്കെയുള്ള അങ്ങനെ ഒരുപാട്, ഇതൊന്ന് രണ്ട് സാമ്പിളുകൾ മാത്രം ഞാൻ ചൊന്നതാണ്. ഇങ്ങനെ ഒരുപാട് കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിച്ചതായിട്ട് ഒരു മനുഷ്യനായിട്ട് ഇത് ഈ മടവൂർ കാഫിലക്കാരുണ്ട് ചൊല്ലുന്ന മനുഷ്യൻ. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കൂ. ഈ മടവൂർ ഭക്തൻ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിച്ചതായിട്ട് ഈ കള്ള ഭക്തൻ ഈ മനുഷ്യന്റെ സ്വന്തം പത്നി മരണപ്പെട്ടപ്പോ ആ പത്നിയെ ജീവിപ്പിക്കണോ മടവൂർ ശേഖ് അവിടെ എത്തിയില്ല. നോക്കണം, ആത്മീയമായ ചൂഷണം എവിടം വരെ എത്തിയത്. മടവൂർ ശേഖ് അവിടെ എത്തിയില്ല. അതേപോലെ ഈ മനുഷ്യനെ പോലീസ് കൊണ്ടുപോയി പിടിച്ച് ജയിലിൽ ബന്ധിച്ചിട്ടുണ്ട്. കാരണം ചെയ്തത് വളരെ ക്രൂരമായ കൃത്യമാണത്. ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ചികിത്സ നൽകിയില്ല. എന്നിട്ട് രക്തം വാർന്ന് വളരെ വളരെ ഭയാനകമായ നിലക്കാണ് ആ സ്ത്രീ മരണപ്പെട്ടു പോയത്. അങ്ങനെ ആ മരണപ്പെട്ടു പോയതിൻ്റെ ക്രൂരമായ ആ കൃത്യത്തിക്ക് ഇയാളെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇയാൾ പ്രചരിപ്പിച്ചത് എന്താണ്? സൗദിയിൽ ഒരാളെ ജയിലിൽ നിന്നിട്ട് മടവൂർ വന്ന് മോചിപ്പിച്ച്. എന്നാൽ ഈ മനുഷ്യനെ CMന്റെ വളരെ മുട്ടത്തെ ഭക്തനായിട്ട് പോലും CM വന്നിട്ട് അയാളെ മോചിപ്പിച്ചില്ല. അപ്പം നിങ്ങൾ നോക്കണം, ഈ നിലക്കുള്ള ആത്മീയ ചൂഷണങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കണ്ടില്ലേ, ഇസ്ലാമിൻ്റെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇസ്ലാമിനെ ഇവിടെ ഇതിനൊക്കെ എടുത്തു കാണിച്ചിട്ട് ഇസ്ലാമിനെ അപഹസിക്കുന്ന, ഇസ്ലാമിനെതിരിൽ പഴിചാരുന്നതായിരിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ബടി കൊടുത്ത് ബെത്ത കൊടുത്ത് അടിവാങ്ങുന്ന പണിയാണ് ഇവർ ചെയ്തത്. ഇവിടെ ലോകത്ത് തന്നെ നമുക്ക് കാണാം, ഇസ്ലാമിനെ അടിക്കണുക എന്തിനെ കെട്ടിറിണ്ട് കാത്തോടിക്കുന്ന ഒരു സന്ദർഭമാണ്. അധിക ആളുകളുടെ അവസ്ഥയാണ് ഇസ്ലാമോഫോബിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പിടിയില്ലേ, 2-3 നാളുകൾ മുന്നേ കശ്മീരിൽ ഉഗ്രനായിട്ടിക്കര ടെററിസ്റ്റുകൾ അവിടെ നടത്തിയതായിട്ടിക്കര അറ്റാക്കുകൾ നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമായിരിക്കും അല്ലേ? കുറേ ആളുകൾ അതിൽ മരണപ്പെട്ടു പോയി. അതിൻ്റെ പിന്നിൽ പോലും ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കുകയാണ് ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മീഡിയകളും അങ്ങനെയാണ്. ഇവിടുത്തെ സംഘ പരിവാർ ശക്തികളുടെ ആ ദുഷിച്ച ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ടെററിസത്തുക്കും ഇസ്ലാമുക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ കൂട്ടരെ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം എന്തേ? ഒരു മുസ്ലിമായ മനുഷ്യനുക്ക് ഒരിക്കലും ടെററിസ്റ്റ് ആകണക്ക് സാധ്യമല്ല എന്നതാണ്. ഒരു മുസ്ലിമായ മനുഷ്യനുക്ക് ടെററിസ്റ്റ് ആകണക്ക് സാധ്യമല്ല, ഭീകരവാദിയാകണക്ക് സാധ്യമല്ല. മുസ്ലിമുക്ക് ഭീകരവാദിയായാൽ അവൻ ഇസ്ലാം ഒന്ന് പുറത്തുപോയി, അവൻ ഈമാൻ ഒന്ന് പുറത്തുപോയിട്ട്. കാരണം ഖുർആനിന്റെ കൽപ്പനയാണത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീആ. അന്യായമായ നിലക്ക് ഒരു മനുഷ്യനെ അല്ലാഹു തആല ചൊല്ലുന്നതാണ്, പടച്ച തമ്പുരാൻ ചൊല്ലുന്നതാണ്. അന്യായമായ നിലക്ക് ഒരു മനുഷ്യനാരെങ്കിലും കൊലപ്പെടുത്തിയാൽ എല്ലാ ജനങ്ങളെയും കൊലപ്പെടുത്തിയതുപോലെ അത്ര ശക്തമായ നിലക്കാണ് അല്ലാഹു താക്കീത് കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എത്രത്തോളം ചൊന്നെങ്കിൽ മൻ ഖതല മുആഹദ ലം യരിഹ് റൈഹത്തൽ ജന്ന. ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യൻ, അവൻ ഹിന്ദുവാകട്ടെ, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാരനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, കൊലപ്പെടുത്തിയാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ അനുഭവിക്കൊണ്ടു പോകുന്നില്ല. അത്ര കടുത്ത ഭാഷയിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. പിന്നെ എങ്ങനെ ഒരു മുസ്ലിം ടെററിസ്റ്റ് ആകാൻ സാധിക്കും? പക്ഷെ അതിന് പിന്നിൽ ധ്രുവീകരണം കണ്ടെത്താറ്. എന്തേ? ആ ടെററിസ്റ്റുകളുടെ ഉദ്ദേശം എന്തരായിട്ട് ഈ ഇന്ത്യ രാജ്യത്തിലെ അശാന്തിയുടെ അസമാധാനത്തിന്റെ വാതാവരണം ഇവിടെ ഉണ്ടാക്കണം. ഇത് മാത്രമായിട്ടും തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങ് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചാറ്, തും മുസൽമാൻ ഹോ യാ ഹിന്ദു ഹോ എന്ന് ചോദിച്ചിട്ടാണ് അവർ വെടിവെച്ചത്. മുസ്ലിമീങ്ങളാണോ നീ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു വാക്കിനെ പിടിച്ചിട്ട് അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തിനങ്ങൾക്ക്? ഈ റായത്തിൽ ഈ റായ ചിഹ്ന ഭിന്നമാക്കണം. ഇവിടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും പരസ്പരം പിണങ്ങി ഇവിടെ രക്തം കുളിക്ക് വാർന്നു വലിക്കണം. ഇതായിട്ടും തങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അത് വിജയിച്ചില്ല എന്നതാണ്.
കാരണം ആ വെടിയേറ്റ് കിടക്കുന്നതായിരിക്കുന്ന ആ ഹിന്ദു സഹോദരങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകിയത് അവിടുത്തെ മുസ്ലിമീങ്ങളായിരുന്നു, വേറെ ആരുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളായിരുന്നു. അങ്ങനെ അവർക്ക് സംരക്ഷണം നൽകുമ്പോൾ ഈ ഭീകരന്മാരുടെ ഉഗ്രന്മാരുടെ വെടിയേറ്റ് മരിക്കുന്നതും ഒരു മുസ്ലിമാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിനെയും അവർ കൊന്നു. ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെയും അവർ കൊലപ്പെടുത്തി. നോക്കണം നിങ്ങൾ, എന്തിൻ്റെ പേരിൽ? അവിടെ വീണ് കിടക്കുന്ന രക്തം വലിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ, ഒരുപാട് അമുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം നൽകിയതിൻ്റെ പേരിൽ ഭീകരവാദികൾ ഒരു മുസ്ലിമിനെയും കൊലപ്പെടുത്തി. മനസ്സിലായില്ലേ നിങ്ങൾ? അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നോക്കുന്നത്, ഇസ്ലാമിനെ അടിക്കണമെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അങ്ങനെ അതിൻ്റെ പേരിലും ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് ഇവിടുത്തെ വർഗീയവാദികൾ, ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ, ആ ഉഗ്രന്മാർ, ആ ടെററിസ്റ്റുകളുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, നീ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് വെടിവെച്ചല്ലേ, അതാ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾ വെടിവെച്ചു എന്ന് പറഞ്ഞും കൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിനെ ആക്രമിക്കരുതായിട്ട്, ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യരുതായിട്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംഗതിയെല്ലാം ചൊല്ലുന്നത് അതേ നിലക്ക് ഇവിടെയും അതാണ് സംഭവിച്ചത്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിയാർ അയാളുടെ സ്വന്തം പത്നിയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, ചികിത്സയില്ല എന്നതിന് ഇസ്ലാം എന്ത് ഉത്തരവാദിയാണ്? ഇസ്ലാമാണോ അതിൻ്റെ ഉത്തരവാദി? പരിശുദ്ധ ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമായിട്ടിക്കരുത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണമായ ഖുർആനും തിരുസുന്നത്തും നാം നോക്കിയാൽ നമുക്ക് എത്രയെത്ര ആയത്തുകളാണ്, എത്രയെത്ര പ്രവാചകന്റെ സംഭവങ്ങളാണ് നാം കാണുന്നത്. നിങ്ങൾ നോക്ക്, ചികിത്സയെപ്പറ്റി ഖുർആൻ എന്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കൽപ്പിച്ചു? പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകാ, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകാ. നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടുപോകാൻ പാടില്ല. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുപോകരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും സ്വന്തത്തെ കൊലയിലേക്കോ നാശത്തിലേക്കോ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മനുഷ്യ നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട് കേട്ടോ, നിന്റെ കണ്ണിനോട് നിനക്ക് കടപ്പാടുണ്ട്, നിന്റെ കാതിനോട്, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോടും നിനക്ക് കടപ്പാടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരുപാട് അഅറാബികൾ, ഒരുപാട് ഉൾനാട്ടുകളിലൊക്കെ ജീവിക്കുന്ന അഅറാബികൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേക്കറ്, യാ റസൂലല്ലാഹ് അലാ നതദാവാ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം വന്നാൽ ഞങ്ങൾ ചികിത്സിക്കട്ടെ, മരുന്നെടുക്കട്ടെ, ചികിത്സിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചൊന്ന, നിങ്ങൾ മരുന്നൊന്നും എടുക്കണ്ട, നിങ്ങൾ ഡോക്ടറെ കാണിക്കണ്ട, വൈദ്യന്മാരെ നിങ്ങൾ കാണിക്കേണ്ട, ആശുപത്രിയിൽ പോകണ്ട എന്നാണോ അള്ളാഹുവിൻ്റെ റസൂൽ ചൊന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ചൊന്തു അങ്ങലട്ട, ഞങ്ങൾ മരുന്നെടുക്കട്ടെ, ഞങ്ങൾ ചികിത്സിക്കട്ടെ, ചികിത്സിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനാ ചൊന്നത്? നഅം തദാവൗ ഇബാദല്ലാഹ്, യാ ഇബാദല്ലാഹ് തദാവൗ, നിങ്ങൾ ശുശ്രൂഷിക്കറൂ, നിങ്ങൾ മരുന്നെടുക്കറൂ. അള്ളാഹുവിൻ്റെ റസൂൽ ചൊന്തു ഫഇന്നല്ലാഹ ലം യളഅ ദഅൻ ഇല്ലാ വളഅ ലഹു ദവാ, അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് ഏതെങ്കിലും രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മെഡിസിനും ഇറക്കിയത്, ഔഷധവും ഇറക്കിയത്. ആ ഔഷധം നിങ്ങളത് പ്രയോഗിക്കണുണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്നത്. നോക്കണം, ഇസ്ലാമിന് ചെന്നത് ശാസ്ത്രീയമാണ്. ഈ മനുഷ്യന്മാർ വിചാരിക്കും പോലെയല്ല, അതിനേക്കാളും ആധുനികമാണ്, പുരോഗമനമാണ് പരിശുദ്ധ ഇസ്ലാം കൊണ്ട് ചൊല്ലുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു, അതെ നിങ്ങൾ ചികിത്സിക്കണം. മാ അൻസലല്ലാഹു ദാഅ ഇല്ലാ അൻസല ലഹു ശിഫാ, ഇമാം ബുഖാരിയുടെ ഹദീസാണ്. മാ അൻസലല്ലാഹു ദാഅ, അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, ഇല്ലാ അൻസല ലഹു ശിഫാ, അല്ലാഹു അതിക്ക് ശിഫാനെ ഇറക്കിയിട്ടല്ലാതെ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇത് നാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇല്ല എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ തെറ്റിദ്ധരിക്കാൻ കാരണമാകും. കാരണം ഇവിടെ പുരോഹിതവർഗം, മുസ്ലിയാക്കന്മാർ അതാണ് ശ്രമിക്കുന്നത്. ഇന്ന് ഇസ്ലാമിന് ഏറ്റവും വലിയ സമസ്യയായി മാറിയിട്ടുള്ളത്, ഏറ്റവും പ്രശ്നമായി മാറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള തെണ്ടികളായിട്ടുള്ള മുസ്ലിയാക്കന്മാരായിട്ട് നാം മനസ്സിലാക്കണം. എവിടെയെല്ലാം ഉറൂസ് നടക്കരുത്, അവിടെ എല്ലാം പോയിട്ട് എത്തും ഈ തെണ്ടികൾ. അങ്ങനെ അതൊരു കൂട്ടം ഗ്യാങ്ങുകളുണ്ട്, ഒരു കൂട്ടം ലോബികൾ അതിന് പിന്നിലുണ്ട്, അത് ഏജന്റുമാരുണ്ട്. അവസാനം അവിടെ കൂടെ കാശരെല്ലാം ഡിവൈഡ് ആക്കാറ്.
ഇപ്പം ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകണ്ട, ചികിത്സ നടത്തണ്ട എന്ന് ചിലർ അതിൽ ചില ഗൂഢമായ ഉദ്ദേശമൊക്കെ കൊണ്ട്. എന്ത് കാണിച്ചുള്ള കാരണം? നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകണ്ട, ഡോക്ടർമാരെ കാണിക്കണ്ട, നിങ്ങൾ വരൂ എവിടേക്ക്? CM മടവൂർ മഖാമിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾ ജാറങ്ങളിലേക്ക് നിങ്ങൾ വരൂ, ദർഗകളിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങളുടെ കാശ്, ഡോക്ടർമാർക്ക് കൊടുക്കുന്ന കാശ്, ആശുപത്രിയിൽ ചിലവാക്കിയ കാശ് നിങ്ങൾ കൊണ്ടുവന്ന് ആ ദർഗകളിലുള്ളതായിരിക്കുന്ന ബോക്സുകളിലേക്ക് നിങ്ങൾ ഇടൂ, അവിടെയുള്ള പെട്ടികളിലേക്ക് നിങ്ങൾ ഇടൂ. അതാണ്, ആ കാശെല്ലാം അവിടെ പോകുന്നത് വേണ്ടിയാണ്. എത്ര നീചമായ ബുദ്ധിയാണ് ഇവരുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ നാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിലുള്ള മേറാബുകൾ നാം എന്താക്കണം? അതിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കണം. ഇത്തരത്തിലുള്ള ആത്മീയമായിട്ട് ഈ ചൂഷണത്തിനെതിരെ നാം ശക്തമായ നിലക്ക് പോരാടണം. നാം ശബ്ദിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടിയത് അതായിട്ട് നിങ്ങൾ ചികിത്സ നൽകണം എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസുഖം ബാധിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ബാധിച്ചപ്പോൾ റസൂലുള്ള എന്താണ് ചെയ്തത്? റസൂലുള്ള എന്തെങ്കിലും കയ്യിലേക്ക് ചരട് കെട്ടിയോ? അല്ലാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് പോയി, ഏതെങ്കിലും ഒരു സിദ്ധന്റെ അടുക്കലേക്ക് പോയി, ഏതെങ്കിലും ദിവ്യന്റെ അടുക്കലേക്ക് പോയി കുറച്ച് ഓതിറ്റ് പോതോറും അല്ലെങ്കിൽ ഒരു കഴുത്തേക്കോ കയ്യിലേക്കോ എന്തെങ്കിലും കെട്ടോറും ചെന്ന് അങ്ങനെ പോയോ? അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ ഗുരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ലഭ്യമായതായിട്ട് ഡോക്ടർമാരെ, വൈദ്യന്മാരെ വിളിച്ചിട്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊണ്ട് ശുശ്രൂഷിക്കുമായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് യാത്ര ചൊല്ലരെ ആ മരണത്തിന് മുമ്പുള്ളതായിട്ട് ആ രോഗമുണ്ടല്ലോ, റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ചല്ലോ. ആ രോഗം ബാധിച്ച ആ രോഗസമയത്ത് പോലും, ആ അസുഖത്തിൽ പോലും മദീനയുടെ പരിസരങ്ങളിൽ നിന്നും അറബ് നാടിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും അക്കാലഘട്ടത്തുണ്ടായിരുന്ന ഡോക്ടർമാർ, അക്കാലഘട്ടത്തുണ്ടായിരുന്ന വൈദ്യന്മാർ, വിശഗ്വരന്മാർ പല ഭാഗങ്ങളിൽ നിന്നിട്ടും വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശോധിക്കുകയും അതേപോലെ തന്നെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, എൻ്റെ ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുക്കുന്നത് പോലെ അണ്ടത്തെ വൈദ്യന്മാർ, വിശഗ്വരന്മാർ മരുന്നിര എഴുതി കൊടുത്ത് എന്നിട്ട് ആ മരുന്നിര ചീട്ട് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ മരുന്ന് വാങ്ങിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുമായിരുന്നു എന്ന് സ്വന്തം പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഈ കാര്യം ചൊല്ലുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരുന്ന് കുടിക്കും. ആ മരുന്ന് കുടിച്ചതിന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പ്രാർത്ഥിക്കും. ഇതും കൂടി മനസ്സിലാക്കണം. മരുന്ന് കുടിച്ചതിന് ശേഷം അല്ലാഹുവോട് പ്രാർത്ഥിക്കും. ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥനയായിട്ട് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, എൻ്റെ പ്രയാസം, എൻ്റെ രോഗം നീ നീക്കണം അല്ലാ, നീ ദൂരെയാക്കണം എൻ്റെ രോഗം. അൻത ശാഫി, രോഗം ശിഫയാക്കുന്നവൻ നീയാണ്. അതാണ് ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദ് പഠിപ്പാട്ടുമ്പോൾ ജനങ്ങൾക്ക് ചെന്നു കൊടുത്തതായിരിക്കണ. തൗഹീദ് പഠിപ്പാട്ടുമ്പോൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, നിന്റെ രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് കുടിക്കണം, ചികിത്സ നേടണം, എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, ഒരു രോഗം പോലും, ഒരു രോഗത്തിലെ ചെറിയ ഒരു അംശം പോലും ബാക്കിയാകാണ്ട് എൻ്റെ രോഗം സമ്പൂർണമായ നിലക്ക് നീ ശിഫയാക്കണം അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുമായി. ഇതായിട്ട് ഇസ്ലാമിൻ്റെ സമീപനം. രോഗസംബന്ധമായി, ചികിത്സ സംബന്ധമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതായിരിക്കണം. രോഗിയായാൽ അവൻ എന്താക്കണം? ചികിത്സിക്കണം, ആശുപത്രിയിൽ പോകണം. അതിന് ഇന്ന് മെഡിക്കൽ ഫീൽഡ് പല രൂപത്തിലുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ അലോപ്പതിക്ക് വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം, ആയുർവേദിക്ക് വേണമെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ ഹോമിയോപ്പതിയോ, പിന്നെ വേറെന്താണ് യുനാനിയോ, ഹംദർദിയോ, എന്തൊക്കെയുണ്ട്, അതൊക്കെ അംഗീകരിക്കപ്പെട്ട റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും ഒരാൾക്ക് സ്വീകരിക്കാം, അത് അയാളെ ബോഡിക്ക് യോജിച്ചതുപോലെ. പക്ഷെ ചികിത്സിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതായിട്ട് ചികിത്സിക്കണം. അതിൻ്റെ ശേഷം പിന്നീട്
അള്ളാഹുവോട് ദുആ ഇരക്കണം, പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ദിവ്യന്മാരുടെ, ഏതെങ്കിലും സിദ്ധന്മാരുടെ, ഏതെങ്കിലും മന്ത്രവാദികളുടെ, ഏതെങ്കിലും ആത്മീയ ചൂഷണം നടത്തുന്ന നേതാക്കൾ അവർ പറയുന്നത് അനുസരിച്ച് എന്തെങ്കിലും ചരടുകളോ അല്ലെങ്കിൽ ഉറുക്കുകളോ ഒക്കെ കെട്ടിയിട്ട് അങ്ങനെ അവരുടെ ചൂഷണത്തിനും അതേപോലെ തന്നെ ഞങ്ങളുടെ പീഡനത്തിനും വിധേയമായിട്ട് പണവും സമയവും ഊർജവും എല്ലാം നഷ്ടപ്പെട്ട് അവസാനം സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ രോഗമെന്തിരെ ചികിത്സ എന്തിരെ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കണോ അതനുസരിച്ച് നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, രോഗവും ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സമീപനമെന്തിരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്തിരെ എന്നതാണ് നാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഇസ്ലാം എത്രമാത്രം സയൻറ്റിഫിക് ആയിട്ടിക്കർ, എത്രമാത്രം റെവല്യൂഷനൈസ്ഡ്, എത്രമാത്രം ഡെവലപ്പായിട്ടിക്കർ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ലോക ചരിത്രത്തിൽ നിന്നിട്ട് ചില സംഭവങ്ങൾ. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആരാണ്? ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉണ്ട് ചെന്നെങ്കിൽ ഇറ്റലിയിൽ ജനിച്ചതായിട്ടിക്കരെ ഒരു സ്ത്രീയാണ്. 1820 ജനിച്ച് 1910 1820 ജനിച്ചിട്ട് 1910 ബ്രിട്ടനിലെ ലണ്ടനിൽ മരിച്ചതായിട്ടിക്കരെ ഒരു സ്ത്രീ. ഈ നഴ്സിംഗിന്റെ വിഷയത്തിൽ, അതായത് ഈ ചികിത്സ നഴ്സിംഗിന്റെ ആ ഫീൽഡിൽ വലിയ പരിജ്ഞാനമുള്ളതായിട്ടിക്കരെ ഒരു വ്യക്തിത്വമാണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇട്ട് ചൊന്നെങ്കിൽ അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് എന്നായിട്ടിക്കര്. എന്തേ? ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ് അല്ലെങ്കിൽ ദ മദർ ഓഫ് മോഡേൺ നഴ്സിംഗ് എന്നായിട്ടിക്കര് അവർ അറിയപ്പെടുന്നത്. അത്രമാത്രം നഴ്സിംഗിന്റെ ഫീൽഡിൽ സേവനം ചെയ്ത, ജീവൻ, സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ഊണും ഉറക്കുമെന്നും നോക്കാണ്ട് രോഗികളെ ശുശ്രൂഷിച്ചതായിട്ടിക്കര് ഒരു സ്ത്രീയാണ് ആര്? ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉണ്ട് ചെന്നെങ്കിൽ. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിനേക്കാളും എത്രയോ വർഷങ്ങൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചരിത്രത്തിൽ നഴ്സിംഗ് രംഗത്ത് സേവനം ചെയ്ത ഒരു സഹാബിയത്തായ ഒരു വനിതയുണ്ട്. പഠിക്കണം ഇതൊക്കെ. സഹാബിയത്തായ ഒരു വനിത. എന്താണ് അവരുടെ പേരെന്നറിയുമോ? റുഫൈദ അൽ അസ്ലമിയ എന്ന അൻസാരി സ്ത്രീയാണ്. റുഫൈദ അൽ അസ്ലമിയ. ചരിത്രത്തിൽ അവർ അറിയപ്പെടുന്നത്
അവ്വലു തബീബ വമുമർറിള ഫിൽ ഇസ്ലാം. തബീബാണ്ട് ചൊന്നെങ്കിൽ ഡോക്ടറിൻ്റെ അർത്ഥം. തബീബ് ചൊന്നെങ്കിൽ ആണ് ഡോക്ടർക്ക് ചൊല്ലത്, തബീബ പെണ്ണ് ഡോക്ടർക്ക് ചൊല്ലത്. മുമർറിളാണ് ചൊന്നെങ്കിൽ നെർസിന് ചൊന്നത്. മുമർറിള ഇവരറിയപ്പെടുന്നത് അവ്വലു തബീബ വമുമർറിള ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലത്തിലെ അവസാനത്തെ ഘട്ടത്തിലാണ് അവർ ജനിക്കുന്നത്. മദീനയിലാണ് ജനിക്കുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ വന്ന് ഹബീബായ റസൂലിൻ്റെ ആ ദീനി ദഅവത്തൊക്കെ കേട്ടിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിട്ട് ഇക്കര ഒരു സ്ത്രീയാണ് റുഫൈദ അൽ അസ്ലമിയ. ഈ റുഫൈദ അസ്ലമി അറിയപ്പെടുന്നത് അവ്വലു തബീബ, ആദ്യത്തെ മുസ്ലിം നേഴ്സ് എന്നാണ്. ചിന്തിക്കണം നിങ്ങൾ, ദ ഫസ്റ്റ് ഫീമെയിൽ മുസ്ലിം നേഴ്സ് ഇൻ ഇസ്ലാം എന്നാണ്. ദ ഫസ്റ്റ് ഫീമെയിൽ മുസ്ലിം നേഴ്സ് ഇൻ ഇസ്ലാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഇതൊക്കെ നാം പഠിക്കണം പ്രിയമുള്ളവരെ. പരിശുദ്ധ ഇസ്ലാമിനെ പഴിചാരുന്നവർ നാം പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം സയന്റിഫിക്കാണ്, ശാസ്ത്രീയമാണെന്ന് അവർക്ക് നാം പറഞ്ഞു കൊടുക്കണം. വാസ്തവത്തിൽ ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെയാണ് വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് ഒക്കെ ആദ്യത്തെ ഫൗണ്ടർ എന്നൊക്കെ പൊളിക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അതിനേക്കാളും മുമ്പായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ റുഫൈദത്തുൽ അസ്ലമിയ എന്ന സ്ത്രീ, അൻസാരി സ്ത്രീ, ഈ നഴ്സിംഗ് രംഗത്ത് സേവനം അനുഷ്ഠിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ അവർക്കൊരു ക്ലിനിക് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെയുണ്ടോ? മദീന പള്ളിയുടെ ഉൾഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീക്ക് ഒരു ക്ലിനിക് ഉണ്ടാക്കി കൊടുത്തു. ആ ക്ലിനിക്കിൽ അവരെന്താണ് ചെയ്തിരുന്നത്? മദീന ഭാഗത്തുനിന്ന് രോഗികളായ ആളുമാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആരെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാൻഡേജും സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ സാനിറ്റേഷനും മറ്റുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയായിട്ട് ആ ഖൈമ, ആ ക്ലിനിക്കിനെ അവർ ഉപയോഗപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ